സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ അതാരാ സ്വർഗത്തിലുള്ളവർ ഇവിടെ കിടന്ന് കറങ്ങി കിടക്കുന്ന ഒന്ന് അലക്കായിരിക്കണേ. അതാരാണ് ആ നരകത്തിലേക്കുള്ള വഴിയിൽ കയറിയിരിക്കുന്നത്? ആരെയും ഒന്ന് നരകത്തിലോട്ട് വിടാൻ സമ്മതിക്കത്തില്ലല്ലോ. ഒരു പ്രത്യേക അറിയിപ്പ്. നാളെ രാത്രി 7 മണി മുതൽ സ്വർഗത്തിൽ സംഗീത കച്ചേരി ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ടിക്കറ്റുകൾ കാലൻ മൈ ഷോ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു സന്തോഷ വാർത്ത. നരകത്തിൽ രാത്രി 7 മണി മുതൽ ഡയാന രാജകുമാരി അവതരിപ്പിക്കുന്ന DJ വിത്ത് കുന്തളിപ്പ്. ഇതിൽ ആർക്ക് വേണമെങ്കിലും വന്ന് അർമാദിക്കാം. പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും. എന്റെ ദൈവമേ, എന്തെല്ലാം ഓഫർ എടുത്താലും ഒരു ഒറ്റ എണ്ണം നരകത്തിൽ കയറത്തില്ല. ഇനി നാളത്തെ സഞ്ചാന്യക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. സോമരാജൻ, ദേവരാജൻ. ഹലോ, ചിത്രഗുപ്തനാണ്. പ്രഭോ, എങ്ങനെ പോകുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ? എന്റെ പൊന്ന് പ്രഭോ, പണി എടുത്തെടുത്ത് എന്റെ നാട് ഒടിഞ്ഞു. എന്റെ പൊന്ന് രാജേഷ്, നിന്റെ ഒരൊറ്റ ക്ലയന്റ് പോലും ഈ മാസം നരകത്തിലോട്ട് വന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ നിന്റെ ടാർഗറ്റ് പോലും അച്ചീവ് ആവൂല. പ്രഭോ, ഈ മാസം എന്തായാലും ഞാൻ ടാർഗറ്റ് തികച്ചിരിക്കും, ഉറപ്പ്. എന്ത് പറയാനും ഒരു ഒറ്റ ഇന്ന് ഏതെങ്കിലും വരുമെങ്കിൽ ഞാൻ ഇന്ന് അടിച്ച് ഞാൻ ഇട്ടിരിക്കും. എവിടെ തള്ളിക്കയറി പോണു? സ്വർഗത്തിലോട്ട്. ഞാൻ ഇവിടെ വഹിക്കാൻ അയക്കുന്നത് ഇത് പഴയ പരലോകമല്ല, ഡിജിറ്റൽ പരലോകമാണ്. കംപ്ലീറ്റ് ക്യാമറ നിരീക്ഷണത്തിലാണ്. എവിടെ നിന്നാലും പൊക്കും. ഞാൻ സ്വർഗത്തിലോട്ടുള്ള പുതിയ അഡ്മിഷനാണ്. പുതിയ അഡ്മിഷൻ? ഇവനെ ഞാൻ എങ്ങനെയെങ്കിലും അടിച്ച് ഞാൻ ഇടിപ്പിച്ചിരിക്കും. അനിയാ, പിന്നെ പുറത്തുനിന്നുള്ള ഒരു സാധനം അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. വാക്കരി, തെറ്റിപ്പൂ, ചന്ദനത്തിരി, കർപ്പൂരം എന്തേലും ഉണ്ടെങ്കിൽ മാറ്റിക്കണം. ഡിജിറ്റൽ ആയോണ്ടാണ്. അണ്ണാ ചുമ്മാ അതല്ലേ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ആ കാലം പോത്തില്ലാതെ ബുള്ളറ്റിന്റെ മണ്ടയ്ക്ക് അങ്ങോട്ട് പോണ്. അയ്യോ, അതല്ല സംഭവം. കഴിഞ്ഞ ദിവസം കാലം തിരുവനന്തപുരം ഭാഗത്ത് ഒരാളെ പൊക്കാൻ വേണ്ടി പോയപ്പം പോത്തിന് സൈഡിൽ കെട്ടിയിട്ടാണ് പോയത്. ശരി. തിരിച്ചു വന്നപ്പോ പോത്തില്ല. അയ്യോ, ആരുണ്ട്? ഷൂട്ട് കഴിഞ്ഞു വന്ന മഞ്ജു പിള്ള ഈ പോത്തിനെ അടിച്ചോണ്ട് അങ്ങ് ഫാമിൽ പോയി. തിരിച്ച് ചോദിക്കാൻ ചെന്നപ്പോ പറയുവാ, പോത്തിനെ തരാൻ പറ്റത്തില്ല, പോത്ത് ജീവനാണ്, ഞാൻ വളർത്താൻ ആർക്കും കൊടുക്കത്തില്ല, വേണമെങ്കിൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ തരാന്ന്. QR കോഡൊക്കെ ഉണ്ട്. എന്റെ കോഴിക്കോടൊന്നുമില്ല. കോഴിക്കോടല്ല, QR കോഡ് അങ്ങോട്ട് തിരിഞ്ഞാണ്. ഇതാണ് സതീശൻ 32, കഞ്ഞിക്കുഴി, മരണം ദുരൂഹം. അതെന്താ ഒരു ദുരൂഹം? അയ്യോ അണ്ണാ, ഒരു ചെറിയ കഥയാണ്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ബോധം കെട്ടങ്ങ് വീണ്. അപ്പൊ ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞ് നീ മരിച്ചു പോയെന്ന് പറഞ്ഞ് എന്നെ പെട്ടിയിലങ്ങാക്കിയണ്ണ. ഞാൻ എന്നിട്ട് സത്യം പറയല്ലേ, നിന്നാണെണ്ണ എണീറ്റ് നിന്ന് അവളെടുത്ത് പറഞ്ഞടി ഞാൻ മരിച്ചിട്ടില്ലെന്ന്. ഉടനെ ഈ മണ്ട മറിഞ്ഞോള് പറയണേ, MBBS പാസ്സായ ഡോക്ടർ പറയണ വിശ്വസിക്കണോ, അതാ 7ാം ക്ലാസ്സിൽ 7 വട്ടം തോറ്റ നിങ്ങളെ വിശ്വസിക്കണോ? ഇത് പറഞ്ഞ് തീർന്നതിന് മുമ്പ് അവളെ കാമോ പെട്ടി അടച്ചണ്ണ. ഞാണ സെക്യൂരിറ്റി അണ്ണ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. പിന്നെ ഇതൊന്നുമല്ല എനിക്ക് സങ്കടം. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ മൂക്കിന്ന് ഒരു പഞ്ഞി താഴെ വീണു. ഈ പഞ്ഞി അവിടെ കിടന്ന് കിളിച്ച് പഞ്ഞി മരമായി. അതിന്ന് പഞ്ഞി എടുത്തിട്ട് ഇപ്പൊ അവൻ അവിടെ 2 മെത്തക്കട തുടങ്ങിയേക്കും. എന്റെ പൊന്നെ, എന്തായാലും മരണത്തിലെ ദുരൂഹത അങ്ങ് മാറി കിട്ടിയല്ലോ, വളരെ നല്ലത്. അണ്ണാ, പിന്നെ ഈ സ്വർഗത്തിലോട്ട് പോവാൻ ഓഡീഷൻ വല്ലതും നടക്കൂ? എടാ അനിയ, എന്തിനാണ് നീ സ്വർഗത്തിൽ പോണത്? എടാ, അവിടെ കുറെ നന്മ മരങ്ങളേ ഉള്ളൂ. ഒരു എന്റർടൈൻമെന്റും ഇല്ല. നിനക്കറിയാമോ, അവിടെ ഇപ്പോഴും റേഡിയോ ആണ്. TV കണ്ടുപിടിച്ചതുപോലും അവർ അറിഞ്ഞിട്ടില്ല. അതൊക്കെ നരകം. വൈബടാ, വൈബ്. 225 LED വാള്, ഫ്രീ വൈഫൈ, അൺലിമിറ്റഡ് ബൊഫേ, പിന്നെ മൾട്ടി ജിമ്മ്. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഒരുമിച്ച് ഇന്നല്ലേ ഡമ്പൽ വെക്കുന്നത്. അതുപോലെ മസാജിങ് സെന്റർ. മസാജ് ഒക്കെ ഉണ്ടാ? പിന്നെ മൊത്തത്തിൽ അങ്ങ് സോയിക്കൂലേ. പിന്നെ ഞാൻ വേറെ കാര്യം കേട്ടാ, ഇവിടെ പണ്ടത്തെ പോലെ എണ്ണയിട്ട് വറുക്കലും തീ ചുഴലും ഒക്കെ ഉണ്ടാ? മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ഒരു ശാരദ ചത്ത് ഇവിടെ വന്നിട്ട് നരകാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയേക്കുന്നു. എന്റെ പൊന്നെ, രക്ഷയിലുള്ള ഭയങ്കര ചെക്കിങ് എന്ന് പറഞ്ഞു, ഭയങ്കര ചെക്കിങ്. പക്ഷെ ഒരു ഗുണം ഉണ്ടായി, നരകം മൊത്തത്തിൽ അങ്ങ് ഹൈടെക് ആയില്ലേ. പിന്നെ ഇപ്പം ഡിജിറ്റൽ ശിക്ഷാ രീതികളൊക്കെ ഇല്ലേ. എന്തൊക്കെ? അതായത് ചാർജ് ഇല്ലാത്ത ഐഫോൺ കളിക്കാൻ കൊടുക്കും. കഷ്ടം തന്നെ. കാലനും ചിത്രഗുപ്തനും കൂടെ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, മരണമില്ലാത്തവൻ. ഇത് കുത്തി ഇരുന്ന് കാണിക്കും. ഊപ്പാടും കഞ്ഞി. പിന്നെ നാട്ടിൽ കടം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഇവിടെ പ്രദർശിപ്പിക്കും.
ഇത് പോരാഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി, ചാറ്റ് ഹിസ്റ്ററി, ഇതിന്റെ ഫ്ലെക്സ് അടിച്ചു വെക്കും. എന്റെ ദൈവമേ, അതൊക്കെ സഹിക്കാം. അടുത്ത വേറൊരു ശിക്ഷയുണ്ട്. എന്തിനാ? ജീവിച്ചിരിക്കുന്ന ഭാര്യയെ വീഡിയോ കോൾ ചെയ്ത് 4 മണിക്കൂർ ഇതിനേക്കാളും എണ്ണയിട്ട് അങ്ങ് ചുട്ടാ മതിയായിരുന്നു. പുതിയ ഒരു രീതിയും കൂടെ ഇന്നലെ തൊട്ട് ലേഡീസ് മാത്രമുള്ള ഒരു ഗ്രൂപ്പിന്റെ ഓപ്പൺ ആക്കാൻ പറ്റാത്ത ലിങ്ക് അയച്ചു കൊതിപ്പിക്കും. ഇതിനേക്കാളും നല്ലതാ തീ കൂടെ നടക്കണേ. അവിടെ ഒരാൾക്കൂട്ടം. എടാ, നരകവും സ്വർഗവും കൂടെ തമ്മിലുള്ള ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. അതിൽ നരകം ജയിച്ചതിന്റെ ആഘോഷം നടക്കില്ല. അതെങ്ങനെയാണ് നരകം ജയിക്കണത്? ചെറുക്ക, സ്വർഗത്ത് മൊത്തം കിളവന്മാരും കിളവികളും കുറെ പ്ലാപ്പുകളും അല്ലേ? യുവത്വം മൊത്തം നരകത്തിലല്ലേ? എന്നിട്ട് എന്റെ ദാശായനി അമ്മൂമ്മ പറഞ്ഞല്ല സ്വർഗം അടിപൊളിയാണെന്ന്. നിന്റെ അമ്മമ്മ ദാശായണി 88 വയസ്സുള്ള അവര് ഇങ്ങോട്ട് വന്നാണ് തോണ്ടേ സോമരസവും അടിച്ചിട്ട് നരകാസുരനുമായിട്ട് ആ തോട്ടി കിടന്ന് സിൽക്ക് സ്മിത കളിക്കുമ്പോഴായിരുന്നു ഡാൻസ് കളിക്കണേണ്ട. എവര് സ്വർഗത്തിൽ നിന്ന് എന്റെ കൈയും കാലും പിടിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അവരെ നരകത്തിൽ കൊണ്ടുവന്നത്. നീ നരകത്തിൽ 2 മാസം താമസിച്ച അതാണ് സ്വർഗം. പിന്നെ ആ നരകമാണ് പിന്നെ സ്വർഗം. അയ്യോ, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. വെളുപ്പാൻ കാലത്ത് 2 മണിക്കും മറൈൻ ഡ്രൈവിൽ ചെന്നിരിക്കുന്ന ഒരു സുഖമാണ്. ഇപ്പൊ മണി എത്രയായി? 10 മണിയായി കാണും. പെട്ടെന്ന് ചെന്ന കാലം മാറ്റോ വഴി ഓർഡർ ചെയ്തിരിക്കുന്ന മേഘമന്തി കഴിക്കാം. അയ്യോ, കുഴിമന്തി അല്ലേ? കുഴിയൊക്കെ അങ്ങ് നാട്ടില്ലല്ലേ? ഇത് മേഘം, അതാണ് മേഘമന്തി. അതുകൊണ്ട് അതാരെണ്ണ അവിടെ ഇരിക്കണേ? ഊതി ഊതി ചാടിക്കുന്നല്ലേ? അതാണ് ചിത്രഗുപ്തൻ. അയ്യോ, അങ്ങനെ എന്തിനു ഊതി കുടിക്കണേ? നീ കേട്ടിട്ടില്ലേ? ഗുപ്തൻ ഊതി ഊതിയാണ് ചായ കുടിക്കുന്നതെന്ന്. ഗുപ്തനാണ് ഈ ഗുപ്തൻ. അണ്ണാ, എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുടുംബക്കാര് മൊത്തം സ്വർഗത്തിലാണ്. ഞാൻ അങ്ങോട്ടേ പോവുള്ളൂ. എന്റെ പൊന്നെ, വീണ്ടും നിന്റെ ഏത് കുടുംബക്കാരാണ് സ്വർഗത്തിൽ? ഞാൻ നോക്കട്ടെ. നിന്റെ ഏത് കുടുംബക്കാരാണ് സ്വർഗത്തിൽ? ഇങ്ങോട്ടില്ലേ? നോക്കട്ടെ. നിന്റെ അപ്പുപ്പൻ ദിവാകരൻ നരകത്തില്, നിന്റെ അമ്മമ്മ ദാശായണി ഇതാണ്ട നരകത്തില്. കണ്ട എടാ, നരകം സെറ്റ് നോക്ക്. നിന്റെ ഇളയ ചിറ്റപ്പൻ കണ്ട നരകത്തില്. നരകം വൈബടാ, വൈബ്. അയ്യോടാ, വേണ്ടേ നിന്റെ ഒരു മാമ സ്വർഗത്തിരിക്കണം. അയ്യോ, ഇവിടെ അങ്ങേർക്ക് എന്തൊരു ജോലിയായിരുന്നു? അയ്യോ, അങ്ങേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മരിക്കണ കാലം വരെ മാമിയെ നോക്കി അങ്ങ് ഇരിപ്പായിരുന്നു. അയ്യോ, അപ്പൊ കൊടുത്തത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. കാരണം അവിടെയും നരകം ഇവിടെയും നരകം, രണ്ടും കൂടെ പറ്റൂല. അതുകൊണ്ട് കൊടുത്താ പോട്ട്. അണ്ണ ഇവിടെ എത്തിയിട്ട് എത്ര വർഷമായി അണ്ണ? അയ്യോ, ഞാൻ മരിച്ചിട്ട് 12 കൊല്ലം ആടാ. അയ്യോ, എങ്ങനെ മരിച്ചേ? പോയിന്റ് വീണ് മരിച്ചു. എത്ര പോയിന്റ്? അയ്യോ, അതല്ല, സൂയിസൈഡ് പോയിന്റ് വീണ് മരിച്ചു. അപ്പൊ ആത്മഹത്യയാണല്ലേ? എന്തിനാ ആത്മഹത്യ ചെയ്ത? ഭാര്യയുടെ സ്നേഹം, അമിതമായ സ്നേഹം. ശരി. എപ്പോഴും അങ്ങ് കണ്ടോണ്ടിരിക്കണം. 24 മണിക്കൂർ ഫോൺ വിളിക്കണം. ചോറ് വാരി കൊടുക്കണം. കഷ്ടം. അങ്ങനെ ഞാൻ സഖിയിട്ടങ്ങ് ആത്മഹത്യ ചെയ്തവൻ. അണ്ണാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇത്രേ സ്നേഹമായിട്ടുള്ള ഒരു ഭാര്യയെ കിട്ടിയിട്ട് ആത്മഹത്യ ചെയ്ത നിങ്ങളൊരു മണ്ടനല്ലേ അണ്ണ? ഇത്രേ സ്നേഹം എന്റെ കൂടെ അല്ല, ഓട്ടോ സ്റ്റാൻഡിൽ ആട്ടോ ഓടിക്കുന്ന സന്തോഷിന്റെ കൂടെ. അതുകൊണ്ട് സഖിയായിട്ട് ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്ത്. അതുകൊണ്ട് ഇപ്പൊ എന്ത്, ഞാൻ സന്തോഷമായിട്ട് നരകത്തിൽ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. 4 നേരം ഭക്ഷണം, ഉറക്കം, താമസം എല്ലാം ഫ്രീ. ഇനി നീ പറ, നിനക്ക് സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ? ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി. നിനക്ക് സ്വർഗത്തിൽ തന്നെ പോണോ? ഒരു കാര്യം ചെയ്, നീ കണ്ണടച്ച് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് എങ്ങോട്ടൊന്ന് വെച്ചപ്പോയ്ക്കും. ശാന്തമേ, ഞാനിതാ സ്വർഗത്തിൽ പോകുന്നു, കൂടെ വാ, നീ കൂടെ വാ. ശാന്തമേ, ഞാനിതാ സ്വർഗത്തിൽ പോകുന്നു, കൂടെ വാ, നീ കൂടെ വാ. കഴിഞ്ഞ. ഇനി നീ ബോർഡ് നോക്കിയിട്ട് എങ്ങോട്ടെന്ന് വെച്ചാൽ പൊയ്ക്കോ. കറക്റ്റ് ആയിട്ട് വഴിയിലൂടെ നിനക്ക് ഇഷ്ടപ്പെട്ടെടുത്തോട്ട് പൊയ്ക്കോ. നരകം നീ പൊയ്ക്കോടെ. സ്വർഗം ഇത് എന്നെ വഴി. ഒരുത്തന്താ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനെ തീയിലിട്ട് ചുടുകയോ എണ്ണയിലിട്ട് പൊരിക്കോ തീ കൂടെ നടത്തിക്കോ എന്താന്ന് വെച്ചാ ആയിക്കോ. അണ്ണാ, നിങ്ങളല്ലേ എന്താ പറഞ്ഞ ഈ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലെന്ന്? ഇവിടെ പോടോ. ഞാനേ മൈക്രോ ഫിനാൻസിൽ 12 കൊല്ലം ജോലി ചെയ്ത ആൾക്കാരെ മൊത്തം അടിച്ചിരുന്നു. നിന്നെ അല്ല, നിന്റെ അപ്പൂപ്പനെ വരെ ഞാൻ അതിനകത്ത് കയറ്റും. അതാണ് ഇത്. ഈ മാസത്തെ എന്റെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യും. ചിങ്ക് ചിക്കല ചിങ്ക് ചിക്കല ചിങ്ക് ചിക്കല ചിക്കല.